ഇന്ന് ഈ പ്രഭാത പ്രാർത്ഥനയിലൂടെ നിനക്ക് മുൻപിൽ കർത്താവ് ഒരു പുതിയ വഴി തുറക്കുന്നു. നിനക്ക് മുൻപിൽ അടഞ്ഞു കിടന്ന ചില വാതിലുകൾ ഇന്ന് കർത്താവിൻ്റെ അത്ഭുത കരം കൊണ്ട് തുറന്നു നൽകുന്നു. നിനക്ക് പുതിയ അവസരങ്ങൾ നൽകി കർത്താവ് നിന്നെ ഉയർത്താൻ പോകുന്നു. ഇന്നത്തെ ദിവസം നീ ആഗ്രഹിക്കുന്ന, നീ പ്രാർത്ഥിക്കുന്ന എല്ലാ വിഷയങ്ങൾക്കും കർത്താവ് ഉത്തരം നൽകുന്ന ദിവസമാണ്. വിശ്വാസത്തോടെ നിന്റെ ആഗ്രഹങ്ങളെ, നിന്റെ സ്വപ്നങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് ഇന്ന് നിനക്കാവശ്യമായ നിന്റെ നിയോഗങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. തീർച്ചയായും കർത്താവ് നിന്റെ വഴിയിൽ സൗഖ്യമായി, രക്ഷയായി, അനുഗ്രഹമായി കാത്തു നിൽക്കുന്നു. വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14 അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട. ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോകുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകും. ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി നിങ്ങൾക്കറിയാം. തോമസ് പറഞ്ഞു, കർത്താവേ, നീ എവിടേക്ക് പോകുന്നു എന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ. പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ അറിയും? യേശു പറഞ്ഞു, വഴിയും സത്യവും ജീവനും ഞാനാണ്. എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കലേക്ക് വരുന്നില്ല. ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, കഴിഞ്ഞ രാത്രിയിൽ സുഖമായ നിദ്ര നൽകി ഹൃദയത്തിൽ നിന്ന് ഭയവും ആകുലതയും മാറ്റി ആരോഗ്യപരമായ ഉറക്കം നൽകി ഈ പുതിയ പ്രഭാതം കാണിക്കാൻ ആയുസ്സും ആരോഗ്യവും നൽകി ഞങ്ങളെ ഉണർത്തിയതിനെ ഓർത്ത് അങ്ങേക്ക് കോടാനുകൂടി നന്ദി അർപ്പിക്കുന്നു. കർത്താവേ, ഇന്ന് ഈ പുതിയ ദിവസത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. ഇന്ന് ഞങ്ങളെ തന്നെ പൂർണ്ണമായും നിന്റെ ശക്തമായ കരത്തിൻ കീഴിൽ ഞങ്ങൾ താഴ്മയോടെ വെക്കുന്നു. കർത്താവേ, ഞങ്ങളെ പൂർണ്ണമായും നിനക്ക് വിട്ടുതരുന്നു. ഇന്നത്തെ ഞങ്ങളുടെ നിയോഗങ്ങളെ, സ്വപ്നങ്ങളെ, ആഗ്രഹങ്ങളെ നിനക്ക് വിട്ടുതരുന്നു. കർത്താവേ, നീ നൽകിയ കഴിവുകളെ, അവസരങ്ങളെ, ആരോഗ്യത്തെ ഞങ്ങൾ നിനക്ക് വിട്ടുതരുന്നു. ഞങ്ങളുടെ എല്ലാം നീ ദാനമായി നൽകിയ ഞങ്ങളുടെ ജീവനെ, ജീവിതത്തെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ദൈവമേ, ഇന്നത്തെ ദിവസം ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് അസ്വസ്ഥത മാറ്റി, ഭയം മാറ്റി, നിന്നിൽ വിശ്വസിക്കുവാൻ, നീ ഞങ്ങൾക്കായി ഒരുക്കി വച്ചിരിക്കുന്ന നന്മകളെ പൂർണ്ണമായി പ്രാപിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. കർത്താവേ, നീ ഞങ്ങൾക്കൊരു പുതിയ വഴിയായി, പുതിയ അവസരമായി, പുതിയ സൗഖ്യമായി, അനുഗ്രഹമായി ഇന്ന് ഞങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കണമേ. കർത്താവേ, നീ ഞങ്ങളെ പൂർണ്ണമായി മനസ്സിലാക്കുന്ന കർത്താവാണ്. മറ്റെല്ലാവരും ഞങ്ങളായിരിക്കുന്നത് പോലെ മനസ്സിലാക്കാത്തപ്പോൾ നീ മാത്രമാണ് ഞങ്ങളെ പൂർണ്ണമായി അറിയാവുന്നവൻ. എന്തെന്നാൽ നീ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും നീ ശ്രദ്ധാലുവാണ്. ഞങ്ങൾ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നടക്കുന്നതും പോകുന്നതും എല്ലാം നിനക്കറിവുള്ളതാണ്. ഞങ്ങളുടെ ഹൃദയം പൂർണ്ണമായും നീ പരിശോധിച്ചറിയാവുന്നവനാണ്. ഞങ്ങളുടെ അധരങ്ങളിൽ ഒരു വാക്ക് വരുന്നതിന് മുൻപ് തന്നെ നീ അതറിയുന്നു. കർത്താവേ, ഞങ്ങളുടെ വികാരങ്ങളെ നീ ദൂരെ വെച്ചേ മനസ്സിലാക്കുന്നു. ഞങ്ങൾ ചിന്തിക്കുന്നതിനും അപ്പുറമായി നീ കാണുന്നു. കർത്താവേ, ഇന്നത്തെ ദിവസം ഞങ്ങളെ തന്നെ പൂർണ്ണമായി നിനക്ക് ഞങ്ങൾ വിട്ടുതരുന്നു. ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അത്ഭുതം നീ നടത്തണമേ. ഇന്നെന്നെ കേൾക്കുന്ന ഈ മക്കളുടെ ജീവിതത്തിൽ ഒരു പുതിയ വഴി തുറന്നുകൊടുത്ത്, നന്മയുടെ വഴി തുറന്നുകൊടുത്ത്, അവരെ ആഗ്രഹിക്കുന്ന ഐശ്വര്യത്തിൻ്റെ വഴി തുറന്നുകൊടുത്ത്, സമാധാനത്തിൻ്റെയും സൗഖ്യത്തിൻ്റെയും വഴി തുറന്നുകൊടുത്ത്, സമ്പത്തിൻ്റെയും ആരോഗ്യത്തിൻ്റെയും വഴി തുറന്നുകൊടുത്ത്, പുതിയ അവസരങ്ങളെ നൽകി ഈ മക്കളെ നീ ഇന്ന് ആശീർവദിക്കണമേ. കർത്താവേ, ഞങ്ങൾക്ക് മുൻപിൽ അടഞ്ഞു കിടക്കുന്ന
നന്മയുടെ അനുഗ്രഹങ്ങളുടെ വഴികൾ ഇന്ന് നീ തുറക്കണമേ. ആരൊക്കെ ഞങ്ങൾക്കെതിരെ വാതിലുകൾ കൊട്ടിയടച്ചാലും, ആരൊക്കെ ഞങ്ങളെ മുന്നോട്ട് വിടാതിരിക്കുവാൻ തക്കവണ്ണം പിന്നോക്കം വലിച്ചാലും, കർത്താവേ, ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. നിനക്ക് ഞങ്ങളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. നീ ഞങ്ങളെത്തേണ്ടിയെടുത്ത് നീ ഞങ്ങളെ എത്തിക്കും എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. അതിനാൽ നിന്റെ ശക്തമായ കരങ്ങളിൽ ഞങ്ങൾ ഇന്ന് ചേർത്തു പിടിക്കുന്നു. ഞങ്ങളെ നീ ചേർത്തുകൊള്ളണമേ. ഞങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങളിലും ഇന്ന് വൻ വിജയമുണ്ടാകുന്നതിന് വേണ്ടി നീ ഞങ്ങളോടൊപ്പം പ്രവർത്തിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ മക്കളുടെ സാമ്പത്തിക ആവശ്യങ്ങളിന്മേൽ നീ കനിവ് തോന്നണമേ. കർത്താവേ, അവരുടെ സാമ്പത്തിക ആവശ്യങ്ങളിൽ നീ ഇടപെട്ട് ഒരു വലിയ അത്ഭുതം ഇന്ന് അവരുടെ ജീവിതത്തിൽ നടത്തി കൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ മക്കളുടെ കുടുംബത്തിൽ സമാധാനം നൽകണമേ. ഇവരുടെ ബന്ധങ്ങളിൽ നീ സ്നേഹമായി വരണമേ. ഇവരുടെ ബന്ധങ്ങളിൽ നീ സമാധാനം സ്ഥാപിക്കണമേ. ഇവർക്ക് ആരോഗ്യവും ആയുസ്സും നൽകി അനുഗ്രഹിക്കണമേ. നല്ല ഓർമ്മശക്തിയും ബുദ്ധിയും ബലവും നൽകണമേ. കർത്താവേ, ഇവരുടെ ആരോഗ്യത്തെ നീ കാത്തുകൊള്ളണമേ. ഇന്നിവർക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും നീ ക്രമീകരിച്ചു കൊടുത്ത് ആയുസ്സും ആരോഗ്യവും നൽകി എല്ലാ അപകടങ്ങളിൽ നിന്നും, വാഹന അപകടങ്ങളിൽ നിന്നും, പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും, അമിതമായ മഴയിൽ നിന്നും, കൊടുങ്കാറ്റിൽ നിന്നും, മണ്ണിടിച്ചിലിൽ നിന്നും, ഉരുൾപൊട്ടലിൽ നിന്നും, കർത്താവേ, പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും പ്രത്യേകം ഈ മക്കളെ ഇന്ന് കാത്തുകൊള്ളണമേ. കർത്താവേ, ഇന്ന് കാലാവസ്ഥ ഞങ്ങൾക്ക് അനുകൂലമാക്കി ഇന്നെല്ലാ കാര്യങ്ങളും അവിടുന്ന് ക്രമീകരിക്കണമേ. അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളും നടക്കാനും നടത്താനും ഇന്ന് ഞങ്ങൾ നിന്നോട് ചേർന്ന് നിന്ന് എല്ലാ കാര്യങ്ങളിലും വിജയിക്കുന്നതിനും ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, പിതാവിലേക്കുള്ള ഏക വഴിയായ ഈശോയെ, ഞങ്ങളുടെ വഴിയും സത്യവും ജീവനുമായ ഈശോയെ, ഇന്ന് ഞങ്ങൾക്കൊരു പുതിയ ജീവിതം നൽകണമേ. പഴയതെല്ലാം കടന്നുപോയി, ഞാനെല്ലാം നവീകരിക്കുന്നു എന്നരുളി ചെയ്ത ഈശോയെ, ഇന്ന് എല്ലാം കൊണ്ടും ഒരു പുതുമയുള്ള ദിവസമാക്കി മാറ്റണമേ. നന്മയുടെ ദിവസമാക്കി മാറ്റണമേ. സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ദിവസമാക്കി മാറ്റണമേ. ഇന്ന് ഞങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെടുന്ന ദിവസമാക്കി മാറ്റണമേ. മനസ്സിലെ ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടുന്ന ദിവസമാക്കി മാറ്റണമേ. എല്ലാറ്റിലും ഉപരി നിന്റെ സ്നേഹത്തിൽ അലിഞ്ഞു ചേരുന്ന ദിവസമാക്കി മാറ്റണമേ. കർത്താവേ, നീ തന്ന ദാനങ്ങളെ ഓർത്ത് നന്ദി അർപ്പിക്കുന്ന ദിവസമാക്കി മാറ്റണമേ. ഇന്ന് കൂടുതൽ സമയം പ്രാർത്ഥനയിലും നന്ദി അർപ്പണത്തിലും ഞങ്ങൾ വ്യാപരിക്കുന്നതിന് ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കൾ ഇന്ന് സ്കൂളുകളിലേക്ക് പോകുമ്പോൾ നീ പ്രത്യേകം അവരെ സംരക്ഷിക്കണമേ. കർത്താവേ, ചില സ്ഥലങ്ങളിൽ അവധി ദിവസമായിരുന്നതിനാൽ ഇന്ന് ഈ അവധി ദിവസം എല്ലാം കൊണ്ടും അനുഗ്രഹപ്രദമാക്കി മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രത്യേകമായി രോഗികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, സൗഖ്യദായകനായ കർത്താവേ, നിന്റെ അത്ഭുത കരം അവരെ സ്പർശിച്ച് ഇന്ന് എല്ലാ രോഗികളും നിന്നെ സ്തുതിക്കുന്നതിനു വേണ്ടി ആരോഗ്യവും ആയുസ്സും നൽകി അവരുടെ ആരോഗ്യത്തെ നീ മെച്ചപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ, അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും നന്ദിയും അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്കു വേണ്ടി നിരന്തരം നീ പ്രാർത്ഥിക്കണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ
സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം നിന്റെ കൂടെ നിന്ന് നിന്റെ എല്ലാ കാര്യങ്ങളിലും നിന്നെ സഹായിച്ച് പുതിയ നന്മയുടെ വഴി നിനക്കായി തുറന്നു തന്ന് രക്ഷയുടെ മാർഗത്തിലേക്ക് അവിടുന്ന് നിന്നെ നയിക്കട്ടെ. നിന്റെ എല്ലാ ഉദ്യമങ്ങളിലും ഇന്ന് നീ വിജയിക്കട്ടെ. നിന്റെ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും അഭിവൃദ്ധിയും ഇന്ന് നിലനിൽക്കട്ടെ. നിന്റെ ആരോഗ്യം കർത്താവ് ഇരട്ടിയാക്കി തരട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. ആമേൻ.